ഹലോ നമസ്കാരം. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സെയിൽസ് റിപ്പോർട്ട് എടുക്കുന്നതെന്നാണ്. നമ്മൾക്ക് റീറ്റെയിൽ ഡയറി സോഫ്റ്റ്വെയറിൽ സെയിൽസ് റിപ്പോർട്ട് പല വിധത്തിൽ കിട്ടും. അപ്പം അതിൽ എങ്ങനെയാണ് ഇപ്പോൾ ഡേ വൈസ് റിപ്പോർട്ട് അല്ലെങ്കിൽ മന്ത്ലി വൈസ് റിപ്പോർട്ട് എങ്ങനെയാണ് എടുക്കണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഫസ്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്യണം. അപ്പം നമ്മളിവിടെ റിപ്പോർട്ട്സ് ഓപ്ഷനാണുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ റിപ്പോർട്ട്സ് ഓപ്ഷനിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് സെയിൽസ് റിപ്പോർട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. സെയിൽസ് ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ട് സെയിൽസ് റിപ്പോർട്ട് സെലക്ട് ചെയ്യും. ജസ്റ്റ് നമ്മൾ സെയിൽസ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ പാരാമീറ്റേഴ്സ് കാണും. ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ റിപ്പോർട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഫ്രമും ടൂവും ഇന്നത്തെ ഡേറ്റ് കൊടുത്താൽ മതി. ഇനി ഒരു വീക്ക്ലി ആണ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ വീക്ക് ഡേ സെലക്ട് ചെയ്ത് കൊടുക്കണം. മന്ത്ലി ആണെങ്കിൽ മന്ത് സെലക്ട് ചെയ്ത്. ഇപ്പം ഞാൻ പർട്ടിക്കുലർ ഒരു ജസ്റ്റ് 1 വീക്ക് കൊടുക്കാം. എന്നിട്ട് സമ്മർ റിപ്പോർട്ട് 1 ആദ്യത്തെ റിപ്പോർട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. സമ്മർ റിപ്പോർട്ട് 1 ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ബിൽ വൈസ് റിപ്പോർട്ടാണ് കിട്ടുന്നത്. സെക്കൻഡിലെന്ന് പറയുന്നത് സമ്മർ റിപ്പോർട്ട് 2. ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കാറ്റഗറി വൈസ് പേയ്മെൻറ്റ് മോഡ് വൈസ് റിപ്പോർട്ട് എല്ലാം കിട്ടുന്നത് സമ്മർ റിപ്പോർട്ട് 2 കണ്ടോ. ഇതിൽ നോക്കിയാൽ ബൈ ക്യാഷ്, ബൈ ചെക്ക്, ക്രെഡിറ്റ്, എന്തെങ്കിലും റിട്ടേൺസ് വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് സെക്കൻഡ് റിപ്പോർട്ടിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ നമുക്ക് തേർഡ് റിപ്പോർട്ട് വരുന്നത് മാർജിൻ ആയിരിക്കും കാണിക്കുന്നത്. ഓരോ ബില്ലിലും എത്ര മാർജിൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള മാർജിൻ റിപ്പോർട്ടാണ് തേർഡ് ബില്ലിൽ ലഭിക്കുന്നത്. പിന്നെ ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് കസ്റ്റമറിനെ വെച്ച് റിപ്പോർട്ട് കാണുന്നുണ്ടെങ്കിൽ കസ്റ്റമർ വൈസ് റിപ്പോർട്ടും അവൈലബിൾ ആണ്. ഇവിടെ കസ്റ്റമറിൻ്റെ നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സമ്മർ റിപ്പോർട്ട് ചെക്ക് ചെയ്യുവാണെങ്കിൽ ആ കസ്റ്റമറിൻ്റെ പർട്ടിക്കുലർ റിപ്പോർട്ട് നമുക്ക് അവൈലബിൾ ആവും. അതേപോലെ യൂസർ വൈസ് അവൈലബിൾ ആണ്, ടെർമിനൽ വൈസ് അവൈലബിൾ ആണ്. ദെൻ നിങ്ങൾക്ക് റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമുക്ക് റീറ്റെയിൽ ഡയറി സോഫ്റ്റ്വെയറിലെ സെയിൽസ് റിപ്പോർട്ടുകൾ ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണ് നോക്കുന്നത്? റിപ്പോർട്ട്സിൻ്റെ അകത്ത് പോവുക. ഫസ്റ്റ് റിപ്പോർട്ട്സിൻ്റെ അകത്ത് സെയിൽസ് റിപ്പോർട്ട്. ഓക്കെ, അപ്പം നമ്മൾ റീറ്റെയിൽ ഡയറിയിൽ ഇങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട്സ് ചെക്ക് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.